ഭഗവാൻ എന്ന് പറയുന്ന ഗീതം ഏറ്റുപാടിയത് ദണ്ഡി കടപ്പുറത്തേക്കാണ്. കോഴിക്കോട് പയ്യന്നൂർ കടപ്പുറത്തേക്ക് ഏറ്റുപാടി വരിക വരിക സഹചരെ അല്ലേ കേളപ്പന്റെ നേതൃത്വത്തിൽ അനശ്വരമായിരിക്കുന്ന നിരവധി നേതാക്കന്മാരുടെ പ്രയത്നം കൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജീവൻ കൊടുത്തും നട്ടെല്ല് നിവർത്തിയും നെഞ്ചു വിരിച്ച് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയും ഈ രാജ്യത്തിന് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം കോൺഗ്രസ്സുകാരന്റെ പ്രവർത്തനമാണ്, കോൺഗ്രസ്സുകാരന്റെ പാരമ്പര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം മാറ്റിവെച്ചൊരു ചരിത്രം ഇന്ത്യ രാജ്യത്തിനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ജീവൻ കൊടുത്ത ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം. മറ്റൊരു പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇന്ന് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കരുതുന്നത് തങ്ങളാണ് ഈ രാജ്യത്തിനെ പടുത്തുയർത്തിയത് എന്നുള്ള രീതിയിൽ കള്ളക്കഥകൾ ഉണ്ടാക്കുമ്പം, അന്തസ്സില്ലാത്ത വർത്താനങ്ങൾ പറയുമ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്ത് കോൺഗ്രസ് എഴുതിയ ഭരണഘടന, ഈ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് എഴുതി തീർത്തത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഡോക്ടർ BR അംബേദ്കറും കൂടി കരുതുകയാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് മാത്രം മതിയെന്ന്. അന്ന് ഭരണഘടനയ്ക്കകത്ത് എഴുതാൻ ആർക്ക് സാധിക്കുമായിരുന്നു? കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് ചെയ്തില്ല. കോൺഗ്രസ് ഈ രാജ്യത്തിനെ ആഗ്രഹിച്ചത് മതേതരത്വ ജനാധിപത്യ രാജ്യമായി മാറണം. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കാം. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇവിടെ പ്രവർത്തിക്കാം. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇവിടെ പ്രവർത്തിക്കാം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കുവാനുള്ള അവകാശം കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇന്നിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിലാണെങ്കിലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലാണെങ്കിലും, ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നാലും അത് കോൺഗ്രസ് എഴുതിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇരിക്കുന്നവർ മറക്കാതിരുന്നാൽ ഈ രാജ്യത്തുള്ളവർക്ക് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസേ ആശ്രയമായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ